ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? കണ്ണിമാങ്ങ ഉപ്പിലിടുക. ചേട്ടന്റെ ഫ്രണ്ട് കൊണ്ടു തന്ന മാങ്ങയാണ്. പുള്ളിക്ക് ഇത് അച്ചാറിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നാണ് കേട്ടോ. നമുക്ക് അച്ചാറിടാനുള്ളതാണ്. ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ കഴുകി ഈ ഞെടുമ്പൊക്കെ ഇങ്ങനെ ഇത്രയും വെച്ചിട്ട് നല്ല പോലെ ഉണങ്ങിയ തുണിയുടെ പുറത്തിട്ട് ജലാംശമൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നേക്കുക. പിന്നെ ഇനി നമ്മൾ ഇത് ഭരണിയിലോട്ടാക്കുക. 10 കിലോ ഉണ്ട് കേട്ടോ. കല്ലുപ്പിട്ട് കൊടുത്ത് നമ്മൾ അടച്ചു മൂടി കെട്ടി വെക്കുക. എല്ലാ ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോഴെല്ലായിടത്തും ആ ഒരേപോലെ നമുക്ക് ഉപ്പ് പിടിച്ച് കറക്റ്റായിട്ട് കിട്ടും. ഒരു 5 ദിവസം കൊണ്ട്, 5 ദിവസം കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് അച്ചാർ ഇടണം. ആദ്യം മാങ്ങ ഇടാം. അത് കഴിഞ്ഞിട്ട് ഒരു ലെയർ കല്ലുപ്പ്, പിന്നെ മാങ്ങ, അങ്ങനെ ഇടാവേ. ഒരു ലെയർ മാങ്ങ നമ്മൾ ഇട്ടു. പിന്നെ അതുപോലെ തന്നെ കല്ലുപ്പ് അങ്ങോട്ട് ഒരു ലെയർ ഇടാം. ഇനി നമുക്ക് ഒരു ലെയർ മാങ്ങയും കൂടി ഇടാം. ഒരു ലെയറും കൂടെ നമ്മൾ മാങ്ങ ഫില്ല് ചെയ്തു. ഇനിയും കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നു. ഇതിനകത്ത് കൊള്ളൂല. ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേറൊരു ഭരണിയും കൂടെ എടുക്കേണ്ടി വരും. ഇതിനകത്ത് കൊള്ളുന്ന അത്ര നമുക്ക് നിറയ്ക്കാവേ. ഒരുപാട് ഉപ്പുകല്ലല്ല, നമുക്കറിയാമല്ലോ മാങ്ങയ്ക്ക് പാകത്തിന് ഉപ്പുകല്ലിട്ട് ആ വെള്ളത്തിൽ തന്നെയാണ് പിന്നെ നമ്മൾ അച്ചാറിടുന്നത്. അപ്പോൾ ഓവർ ഉപ്പൊന്നും ആവരുത്. ആ ഒരു കണക്കനുസരിച്ച് കേട്ടോ. എനിക്ക് അങ്ങനെ ഓരോ പിടുത്തം 2 പിടുത്തമാണ് ഞാൻ ഓരോ ലെയറിനും ഇട്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കിത് ഫില്ല് ചെയ്ത് അടയ്ക്കും. അങ്ങനെ നമ്മൾ കണ്ണിമാങ്ങ എല്ലാം ഉപ്പിലിട്ടു. നമ്മുടെ ഭരണി അങ്ങ് നല്ലപോലെ അങ്ങ് അടച്ചേക്കാം. ഇത് നമുക്ക് അങ്ങ് അടച്ചേക്കാം. എല്ലാ ദിവസവും ഇതൊന്ന് ഇളക്കണം. ഇത് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട്, ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വേറെ പാത്രത്തിലേക്ക് കുടഞ്ഞിടണം. എന്തെങ്കിലും ചതഞ്ഞതോ കേടോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊന്ന് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് അച്ചാറിടാൻ. തടിയുടെ തവി കൊണ്ടോ അല്ലെങ്കിൽ തടിയുടെ ചെറിയ കമ്പ് അതെന്തെങ്കിലും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇതിപ്പോൾ വേഗം ചുരുങ്ങും. നമ്മളൊരു 3 ആഴ്ച മുമ്പേ കുറച്ച് കണ്ണിമാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാനിപ്പം ഭരണിന്ന് കുടഞ്ഞിട്ടിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ആ ഭരണി തന്നെ നമുക്ക് കഴുകി വെയിലത്ത് വെച്ച് ഉണങ്ങണമല്ലോ. അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ഇത് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഭരണി കഴുകി വെയിലത്ത് വെച്ചു കേട്ടോ. മാങ്ങയൊക്കെ നല്ല ചിളുങ്ങി ഷേപ്പൊക്കെ പോയി നല്ല പോലെ ഉപ്പ് പിടിച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു പാത്രത്തിലാക്കുന്നത് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇതിനകത്ത് കേടെന്തെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിലേ അതെല്ലാം നമ്മൾ നോക്കണം. കേടുണ്ടെങ്കിൽ എടുത്ത് മാറ്റിയാൻ വേണം കേട്ടോ. അല്ലെ നമ്മുടെ അച്ചാർ മുഴുവൻ എന്താവൂലേ. പിന്നെ ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഉപ്പിലിട്ട വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നമുക്ക് അരിച്ചൊരു പാത്രത്തിലോട്ട് എടുക്കണം. ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ളത് 10 കിലോ മാങ്ങയായിരുന്നേ. അതിലേക്ക് 1/2 കിലോ കാശ്മീരി മുളക് പൊടി എടുത്തേക്കുന്നത്. 60 ഗ്രാം കായപ്പൊടി ഉണ്ട്. 1/2 കിലോ കടുക് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ ആ തൊലി ഒന്ന് തെന്നിച്ച് ഒന്ന് അമ്മിക്കല്ല വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കുന്ന കേട്ടോ. 50 ഗ്രാം ഉലുവ പൊടിച്ചു വെച്ചിട്ടുണ്ട്. എണ്ണ ചേർക്കത്തില്ല, എണ്ണ ചേർക്കാതെയാണ്. അതൊക്കെ അമ്മയും ഇവിടുത്തെ മമ്മിയാണെങ്കിലും ആന്റിമാരും ഒക്കെ പണ്ട് മുതലേ അവർ ഈ സ്റ്റൈലിലാണ് ഇടുന്നത്. എണ്ണ ചേർത്തിട്ടല്ല ഇടുന്നത്. അപ്പൊ നമുക്ക് ആ തനിനാടൻ രീതി തന്നെ ഒരു തുണി വെച്ചിട്ട് അരിച്ചെടുക്കുക നമ്മുടെ ആ വെള്ളവേ. അതെന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഞെടുമ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെള്ളം ഒന്ന് അരിച്ചെടുക്കാം. നമ്മളിങ്ങനെ അരിച്ചെടുക്കുവാണ് കേട്ടോ. ആ വെള്ളം അരിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ അതിനകത്തേക്ക് നമ്മുടെ മുളക് പൊടിയാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. 10 കിലോ മാങ്ങ ആയതുകൊണ്ട് ഇത്ര എടുത്ത കേട്ടോ. മുളക് പൊടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണേ. മുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്തു. നമ്മുടെ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുകിൻ്റെ പരിപ്പ്. ഈ കടുകാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. കണ്ണിമാങ്ങയുടെ ടേസ്റ്റ് എന്ന് പറയുന്ന കടുകല്ലേ. ഇനി നമ്മൾ കായപ്പൊടി, ഉലുവാപ്പൊടി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. നമുക്ക് ഇതിനകത്തൊന്ന് ഇച്ചിരി ഒന്ന് കോരിയെടുക്കണേ. നമ്മുടെ ഭരണിയുടെ മേളിൽ ഒഴിച്ചു കൊടുക്കാനാണ്. അതെടുത്ത് മാറ്റി വെച്ചു. കുറേശ്ശെ മാങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാവേ. ജലാംശം ഒട്ടും തൊടാതെ വേണം കേട്ടോ. കണ്ണിമാങ്ങയൊക്കെ ഇടുമ്പോൾ നല്ല ശുദ്ധിയും വൃത്തിയോടുകൂടിയൊക്കെ വേണം ഈ കുറേ നാൾ വെക്കുന്ന അച്ചാറൊക്കെ ഇട്ട് വെക്കാൻ. അങ്ങനെ നമുക്ക് മാങ്ങ അങ്ങോട്ട് ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നമ്മുടെ മാങ്ങയൊക്കെ നല്ലപോലെ ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഭരണിയിലേക്ക് ആക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ രാവിലെ തന്നെ ഭരണിയിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് നല്ലപോലെ കഴുകി ഉണങ്ങി എടുത്തു കേട്ടോ. നല്ല വെയിലല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഉണങ്ങി കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ ഈ ഭരണിയിലേക്ക് തന്നെ തിരിച്ചിടുവാണേ. ഇനി ഇത് 1 മാസം കഴിഞ്ഞിട്ടേ എടുക്കുള്ളൂ കേട്ടോ. നമുക്ക് കൊതിക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രത്തിൽ നമുക്ക് എടുത്തു വെക്കാം, അത് വേറെ കാര്യം അല്ലേ. നമുക്ക് ഇങ്ങനെ പെറുക്കിയിടാവേ.
10 കിലോ മാങ്ങ ഉപ്പിലിട്ടിട്ട് നോക്കിയാൽ ഇത്രയേ ഉള്ളൂ കണ്ടോ, ചങ്ങിപ്പോയി. അങ്ങനെ നമ്മുടെ ഭരണി നിറച്ചും നമ്മൾ മാങ്ങ ഇട്ടു. ഇനി നമ്മൾ ആ മേളിൽ എടുത്തു വെച്ചിരുന്ന നമ്മുടെ ആ അരപ്പില്ലേ, അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. മേളിലേ ശരിയാ നമ്മൾ മാറ്റി വെച്ചിരുന്ന മസാലയില്ലേ, നമ്മുടെ ഭരണിക്കകത്തേ നമ്മളൊരു വാഴയില വാട്ടിയിട്ട് അതിൽ ഇച്ചിരി എണ്ണ പുരട്ടണം. കണ്ടോ, നല്ലെണ്ണ പുരട്ടിയിട്ട് ഈ ഭരണിയുടെ അകത്തോട്ടൊന്ന് ഇറക്കി വെക്കുകയാണേ. അതിനെന്നറിയോ, പൂപ്പലൊന്നും പിടിക്കാതിരിക്കാനാണ് കേട്ടോ, സേഫ്റ്റിക്ക് വേണ്ടി ടൈറ്റാക്കി അങ്ങോട്ട് ഇറക്കി വെച്ചേക്കാവേ. വാട്ടിയ വാഴയില വേണം കേട്ടോ. മൂടുക ഭരണി നല്ല ടൈറ്റാക്കി. ഇനി നമ്മൾ ഒരു തുണിയിട്ട് മൂടി കെട്ടുവാണ് കേട്ടോ. ടൈറ്റാക്കി കെട്ടി വെച്ചേക്കാം. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ കണ്ണിമാങ്ങ അച്ചാർ ഇവിടെ ഭരണിയിലായി. ഇനിയുണ്ടൊരു പണി, എന്നാന്നറിയോ, എല്ലാ പ്രാവശ്യവും കാണിക്കുന്ന ഒരു പരിപാടിയാ. നമുക്ക് കൊതിക്ക് തിന്നാൻ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇച്ചിരി എടുത്തു വെക്കാവേ. ഇത്രയും നേരം വരെയൊക്കെ നമ്മൾ നോക്കിയിരുന്നു. ഒരു മാങ്ങ നമുക്ക് മാറ്റി വെക്കണം, ടേസ്റ്റ് നോക്കണ്ടേ. ഈ അരപ്പൊക്കെ അങ്ങോട്ട് വടിച്ച് അതിനകത്തോട്ട് ആയോ എന്ന് നോക്കാൻ എപ്പോഴും ഭരണി തുറന്ന് നോക്കണ്ടല്ലോ. നമുക്ക് തിന്നാൻ ഒരു ഇച്ചിരി എടുത്തു വെക്കണ്ടേ. അതും എടുത്തു വെച്ചു, അതും അവിടെ ഇരിക്കട്ടെ. ഒരെണ്ണം ടേസ്റ്റ് നോക്കണ്ടേ. കുറേ നേരമായി ഇതൊന്ന് തിന്ന് നോക്കണമെന്ന് ഇല്ലേ. ഒരു മാങ്ങ എടുത്തു, ഒന്നും ആയിട്ടില്ല, എന്നാലും ഒരു കൊതിക്ക് തിന്നുവാണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.